ഗുഡ് മോർണിംഗ്. ഇന്ന് അങ്ങനെ നമ്മൾ ഒമാനിൽ പോകുന്ന ദിവസമാണ് കേട്ടോ. ഇന്നലെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് കൂടുതൽ കെയർഫുൾ ആയിരുന്നു. ടിക്കറ്റിൽ കൊടുത്തിരുന്ന ടൈമും ലൊക്കേഷനൊക്കെ വീണ്ടും ചെക്ക് ചെയ്തിട്ട് രാവിലെ 6:45 തന്നെ സൗദി പള്ളീൻ്റെ മുന്നിലെത്തി. ഇതായിരുന്നു കേട്ടോ ശരിയായ നമ്മുടെ ലൊക്കേഷൻ. ഇന്നലെ ട്രാവൽസുകാരൻ പറഞ്ഞത് ഈ പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ബാങ്കിൻ്റെ മുന്നിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ബസ് മിസ്സായി പോയത്. ഇന്ന് എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മലയാളി പെൺകുട്ടി എന്നോട് ചോദിച്ച് ഒമാന് പോകാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. എന്നിട്ട് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇന്നലെ എനിക്ക് പറ്റിയ ലൊക്കേഷൻ മിസ്റ്റേക്ക് പറ്റിയ കാര്യം അവരുടെ അടുത്ത് ഞാൻ ഓർമ്മിപ്പിച്ചു. അങ്ങനെ മിസ്റ്റേക്കൊന്നും പറ്റണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ദൂരെയായി ഇന്നലെ ഞാൻ നിന്നിരുന്ന ബാങ്കിൻ്റെ മുന്നിൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബസ് വന്നത്. എല്ലാവരോടും ഒമാൻ വിസ കാണിച്ചിട്ട് ബസ്സിൽ കയറാൻ പറഞ്ഞു. ഭാഗ്യത്തിന് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. എൻ്റെ അടുത്തിരുന്നത് രാവിലെ പരിചയപ്പെട്ട ആ മലയാളി കുട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ബസ് യാത്ര തുടങ്ങി. കുറച്ച് സമയം സംസാരിച്ചിട്ട് പിന്നെ എനിക്ക് AC അധികം നേരം പറ്റാത്തത് കൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജാക്കറ്റ് ഞാൻ എടുത്തിട്ടു. പിന്നെ ഫോണിലൊരു മൂവിയൊക്കെ കണ്ടു. അപ്പോഴേക്കും കുറേ ദൂരത്തെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴിയിൽ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ബസ് നിർത്തിയിട്ടുണ്ടായി, ടീ കുടിക്കാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ബസ് വീണ്ടും എടുത്ത് ഞാൻ പിന്നെ കിടന്ന് നല്ല ഉറങ്ങി. രാവിലെ 9:30 UAE ബോർഡറിലെത്തി. പിന്നെ ഇമിഗ്രേഷനും ചെക്കിങ്ങും ഒമാൻ എൻട്രിയും എല്ലാം കഴിഞ്ഞ് ഫൈനലി ഒമാനിലെത്തി. ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടെ ഹോട്ടലിലെത്തി റിസപ്ഷനിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു ലോഡ് ആൾക്കാർ. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നം. ലഞ്ച് ടോക്കൺ എല്ലാവർക്കും കൊടുത്തിരുന്നു, എനിക്ക് മാത്രം കിട്ടിയില്ല. ഇന്നലെ എൻ്റെ ബസ് മിസ്സായതുകൊണ്ട് എൻ്റെ ടോക്കൺ അവർ ക്യാൻസലാക്കിയിരുന്നു. എനിക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ടോക്കൺ എടുത്തിരുന്ന എല്ലാവർക്കും അവർ ഫുഡ് കൊടുത്തു. അങ്ങനെ റിസപ്ഷനിൽ ചെന്ന് വെയിറ്റ് ചെയ്യാൻ നേരത്ത് ഒരു ഫിലിപ്പീനി ഗേള് എൻ്റെ അടുത്ത് ചോദിച്ചു അവർക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ സിസ്റ്റർ നിങ്ങൾ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം അത് ഇന്ത്യൻ ഫുഡല്ലേ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി എനിക്ക് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ആ ബിരിയാണി കഴിച്ചു കേട്ടോ. ഒരു ആവറേജ് ബിരിയാണി ആയിരുന്നു അവരുടേത്, എന്നാലും ഓക്കെ. പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടിയപ്പോൾ ഞാനത് കഴിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും. ബൈ.